ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയും സാരിയിലുള്ളൊരു വർക്ക് തന്നെയാണ്. ഈ സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു മോട്ടിഫ്, അതായത് ഈ ഒരു ബേർഡ് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പീക്കോക്ക് പോലെയുള്ളൊരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഡിസൈൻ സാരിയുടെ ബോർഡറിൽ വരച്ചിരിക്കുന്നത് ഒരു 5.5 ഇഞ്ച് ഗ്യാപ്പിലായിട്ടാണ്. ആ ഗ്യാപ്പിൽ ഫുൾ സാരിയിൽ താഴത്തെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഉടുക്കുന്നതിൻ്റെ ഒരു മീറ്റർ മാറി ബാക്കി എല്ലാ ഭാഗത്തും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. ഒരു കളറ് 410 ഒരു കുറച്ച് ബ്ലൂ ആയിട്ട്. അതിനുശേഷം യൂസ് ചെയ്യുന്ന കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡായിട്ടുള്ള ബ്ലൂ ആണ്. ഇത് 134 ആണ് ഇതിൻ്റെ നമ്പർ. അതിനുശേഷം പിന്നെ ഒരു റെഡ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് 47 ആയിട്ടുള്ളത്. ഈ കളേഴ്സ് നിങ്ങൾക്ക് ഈ നമ്പർ തന്നെ വേണമെന്നില്ല, 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ ഓരോ ഗ്യാപ്പ് നോക്കുക, ഇതിൻ്റെ അകത്ത് ലൈൻസ് ആയിട്ടാണ് നമ്മൾ ആ ഡിസൈൻ വരച്ചിരിക്കുന്നത്. ആ ഡിസൈൻ്റെ ഓരോ ഗ്യാപ്പ്, ഓരോ ലൈൻസ് വിട്ടുള്ളിടത്താണ് നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഓഫ് ബ്ലൂ വെച്ചിട്ട്, ഞാൻ ഇതിനകത്ത് ലൈറ്റർ ഷെയ്ഡായിട്ടാണ് ഇതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോർഷനിലെല്ലാം ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ബാക്കി ഭാഗത്ത് ഈ ഒരു ഡാർക്കർ ഷെയ്ഡ്, ഇതെല്ലാം ഞാൻ 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പേൾ കോട്ടൻ്റെ 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡാർക്കർ ഷെയ്ഡും കൂടി ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നോക്കുക, ആ ഒരു വിട്ട ഭാഗങ്ങളെല്ലാം, ഒന്നിടവിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഞാൻ ആ ഡാർക്കർ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടും ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോ ലൈറ്റ് ബ്ലൂ അങ്ങനെ ആ ബീക്കിൻ്റെ ഉള്ളിൽ ഒരു ഡിസൈനുണ്ട്. പിന്നെ കണ്ണിൻ്റെ അവിടെ മാത്രമാണ് റെഡ് ഷെയ്ഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഇതേപോലെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്ലൂ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ ഉള്ളത്. വളരെ സിമ്പിളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ ഇത് മൊത്തത്തിൽ വന്നു കഴിയുമ്പോൾ നല്ലൊരു ലുക്ക് തന്നെ ഉണ്ടാവും. ഒരു കോൺട്രാസ്റ്റ് കളർ, ഒരു ബേസ് സാരിയുടെ കളർ, ഇതിനൊരു കോൺട്രാസ്റ്റ് ആവുന്ന കളർ സാരി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതെങ്ങനെയൊക്കെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് നമുക്കിനി കാണാം. നോക്കുക, ഇതിപ്പോൾ മുന്താണിയുടെ ഭാഗത്തൊക്കെ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഡയറക്ഷനിലും, പിന്നീട് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ. താഴെ മാത്രമാണ് ഈ മുകളിലോട്ടുള്ളൊരു ഡിസൈൻ. ബാക്കി കാരണം 1 മീറ്റർ മാറ്റി ബാക്കി മൊത്തത്തിൽ ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ മൊത്തത്തിൽ വരും. 5.5 ഇഞ്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡ്രസ് ഫോമിൽ ഞാൻ ഉടുപ്പിച്ച് വെച്ചിട്ടുള്ളൊരു ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ പുറത്ത് ഇതേപോലെയുള്ളൊരു സ്ഥലത്ത് കാണുന്നത് കൊണ്ടായിരിക്കും പുറത്ത് ആ സീനറി, ആ ഒരു എന്താ പറയുക, ഗ്രീനറിയുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്ര ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നല്ല ലുക്കിൽ തന്നെയുള്ളൊരു ഡിസൈൻ, സിമ്പിളായിട്ടുള്ള നല്ല ലുക്കിൽ തന്നെ വരുന്നൊരു ഡിസൈനാണ്. ചെയ്ത് നോക്കുക എല്ലാവരും. സോ മുകളിൽ ഞാൻ ഇതേപോലെ 4 ഡിസൈൻ, മുന്താണിയുടെ അവിടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒരു 4 ഡിസൈൻ, പിന്നെ അതിൻ്റെ ആ ഒരു മുന്താണിയുടെ താഴെ ഭാഗത്തായിട്ടും നമ്മൾ ഒരു 3 ഡിസൈൻ എക്സ്ട്രാ ചെയ്തിട്ട് ആ ഒരു താഴെ സ്ട്രെയിറ്റ് ആയിട്ടൊരു 4 ഡിസൈൻ കാണുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഇതേപോലെ 4 ഡിസൈനും കൂടി വരുന്നുണ്ട്. ഓവറോൾ സാരിയിൽ ഡിസൈൻ വന്നിട്ടുണ്ട്. താഴത്തെ ഭാഗത്ത് നോക്കുക, മുകളിലോട്ട് പീക്കോക്കിൻ്റെ ഡയറക്ഷൻ വരുന്ന രീതിയിലാണ് അതും ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.